പുറത്തിറങ്ങിയാൽ വേർത്തൊലിക്കുന്ന അവസ്ഥയാണ്, കടുത്ത ചൂടാണ്. ആ ചൂടിനെ നമുക്ക് നേരിടാൻ വേണമെങ്കിൽ വീട്ടിലകത്തിരിക്കാം, അല്ലെങ്കിൽ കടുത്ത ചൂടുള്ളപ്പോൾ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കാം. പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പക്ഷേ എന്തൊക്കെ ചെയ്താലും ഈ ചൂട് നമ്മളെ വലിയ രീതിയിൽ സാമ്പത്തികമായി കൂടി തളർത്തുകയാണ്. കാരണം നമ്മുടെ പല വിളകളെയും ഈ കടുത്ത ചൂട് ഇപ്പോൾ തന്നെ ബാധിച്ചു കഴിഞ്ഞു. അതിനൊരു ഉദാഹരണമാണ് ഈ പിന്നിൽ കാണുന്ന കുരുമുളക് ചെടി. ഈ കൊടി നോക്കിയാൽ നമുക്കറിയാം, മുഴുവൻ കരിഞ്ഞുണങ്ങിയിരിക്കുകയാണ്. ഇതാണ് പലയിടത്തെയും അവസ്ഥ. ഇത് കുരുമുളകിൻ്റെ മാത്രം കാര്യമല്ല, നമ്മുടെ പല വിളകളെയും ഇത് ദോഷകരമായി ബാധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം കടുത്ത ഉണക്കിന് നമുക്ക് അനുഭവപ്പെട്ടില്ല. കാരണം മാർച്ചിൽ തുടങ്ങിയ മഴ തുടർച്ചയായിട്ട് പോയി. ഒരു വള്ളിയും തിരിയിട്ടില്ല, പൂത്തില്ല, കായ്ച്ചില്ല. ഈ വർഷം കടുത്ത ഉണക്ക് കഴിഞ്ഞ് ഇപ്പോൾ ഒരു മാസത്തിനിപ്പുറം 2-3 മഴയൊക്കെ കിട്ടി. പക്ഷേ ഒരു കുരുമുളക് വള്ളിയെയും തിരിയിടുകയോ പൂക്കുകയോ ചെയ്തിട്ടില്ല. ധാരാളം മുളക് ഉണ്ട് ഇത്തേൽ, നല്ല നീളമുണ്ട് ഇതിൻ്റെ തിരിക്ക്. ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാനാകുന്ന സ്റ്റേജിന് മുമ്പേ ഉണങ്ങിപ്പോയി. വരൾച്ചയെ പ്രതിരോധിക്കാൻ നമ്മുടെ ഈ നാട്ടിലെ കാലാവസ്ഥയെ പറ്റത്തില്ല. അപ്പോൾ ഇനി ഇത് കൊണ്ടു നടക്കുന്നത് കാര്യം, നമുക്കിതിനോടുള്ള വൈകാരിക ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ പോലും എക്കണോമിക്കലായിട്ട് വലിയ നഷ്ടം വരുത്തുമെന്ന് മനസ്സിലാക്കി കംപ്ലീറ്റ് കുരുമുളകും മുറിച്ച് കളഞ്ഞ് പുതിയ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കൃഷിയിലോട്ട് മാറുകയാണ്. എനിക്ക് ഏകദേശം 10 ഏക്കറോളം സ്ഥലത്ത് കുരുമുളക് കൃഷിയുണ്ട്. അതിൽ 6 ഏക്കർ സ്ഥലത്തെ കുരുമുളക് ഞാൻ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് അവിടെ പൈനാപ്പിൾ നട്ടു കഴിഞ്ഞു. വീണ്ടും 4 ഏക്കർ കൂടി നാളെ മുറിച്ച് തുടങ്ങും. ഇത് 1.5 ഏക്കർ സ്ഥലമാണിത്. ഈ 1.5 ഏക്കർ സ്ഥലത്തെ പല മരത്തിലും നിങ്ങൾക്ക് കാണാം, ഈ എല്ലാ മരത്തിലും നമ്മൾ കുരുമുളക് ഇട്ടിരുന്നതാണ്. ചുരുങ്ങിയ മരത്തിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. താങ്ങുകാലിന് വേണ്ടി ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് നമ്മൾ സിൽവർ ഓക്ക് വരെ കൊണ്ട് നട്ട് കയറ്റി നോക്കി. പക്ഷേ ഇതാ ഈ നിൽക്കുന്നത് നോക്ക്, ഉണങ്ങിപ്പോകാത്തതിലും കായൊന്നുമില്ല. ഇതൊക്കെ ഹൈ ഈൽഡിങ് വെറൈറ്റി മാത്രമാണ്. എന്നിട്ടും നമ്മളിതിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. പിന്നെ ഇതാ നോക്ക്, ഞാൻ കഴിഞ്ഞ വർഷം വീണ്ടും പരീക്ഷണാർത്ഥം പുതിയത് ഇടാമെന്ന് വിചാരിച്ച് തുടങ്ങി വെച്ചതാണ്. പക്ഷേ അത് നമ്മളെ കൊണ്ടടക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അപ്പുറത്തെ മരത്തിൻ്റെ ചുവട്ടിലെ കരിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇങ്ങനെ നമ്മൾ ഇതിനോടെന്നും ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മൾ സർവൈവ് ചെയ്യില്ല. ഇവിടെ ഒരു മഴവെള്ള സംഭരണി സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഏകദേശം 2 ലക്ഷം ലിറ്ററിലധികം വരും. താഴെയുണ്ട് അതേപോലെ തന്നെ 2 ലക്ഷം ലിറ്ററിൻ്റെയെങ്കിലും മഴവെള്ള സംഭരണി. അപ്പോൾ അത്യാവശ്യം നനയ്ക്കാൻ നമുക്ക് പറ്റണം. അതിനെല്ലാം ഉള്ള കരുതലെടുത്തു. പക്ഷേ അതുകൊണ്ടൊന്നും നമുക്ക് കുരുമുളക് കൃഷിയെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഈ കാണുന്ന വിശാലമായ കുരുമുളക് തോട്ടം നാളെ കാണില്ല. കടുത്ത പ്രതിസന്ധിയെ തുടർന്ന് ഇതെല്ലാം വെട്ടിനിരത്തി പുതിയ കൃഷിയിലേക്ക് ബേബി ജോൺ മാറുകയാണ്. ക്യാമറമാൻ ബിനു തോമസിനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.